Then page number 22, right to vote. Then we have universal adult franchise in our country. This gives everyone who is 18 years and above the right to vote. നമ്മൾ പറഞ്ഞു a person must have right to vote. അല്ല must have completed 18 years old. That person must have right to vote. അല്ലേ? അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയാം. അത് നമ്മൾ പറഞ്ഞു ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, വോട്ട് ചെയ്യാൻ മടിയാണ് അല്ലെ, വോട്ട് ചെയ്യാൻ പോയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു അതെന്താണ്, അത് അൺഫോർച്ചുനേറ്റ് ആണ്. കാരണം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ പ്രൈം ഡ്യൂട്ടീസ്. ഇറ്റ് ഈസ് വൺ ഓഫ് അവർ പ്രൈം ഡ്യൂട്ടീസ്. നമ്മുടെ ഒരു പ്രാഥമിക കർത്തവ്യമാണ്, ഡ്യൂട്ടിയാണ് എന്ത്, വോട്ട് ചെയ്യുക എന്നുള്ളത്. ആസ് എ സിറ്റിസൺ, ആസ് എ സിറ്റിസൺ എന്ന നിലയിൽ ഒരു നമുക്ക് ഏറ്റവും നമ്മുടെ പ്രൈം ഡ്യൂട്ടിയാണ് ഇത് റൈറ്റ് ടു വോട്ട്. Next paragraph. The voter also has the problem of having to choose between a large number of candidates. This is the time that a citizen's sense of commitment to the country's welfare acquires great importance. It is every voter's duty to find out all about each candidate's record of achievement in public life, personal honesty and sense of service. The voter should also be well informed about the programs and objectives of various parties. Each vote is precious and should be cast carefully. നമ്മൾ പറഞ്ഞു ഓരോ വോട്ടും, each person or each vote is very precious അല്ലേ? ബിക്കോസ് എന്തിനു വേണം, ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. കാരണം അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, through the voting system we can choose our government അല്ലേ? Yes, so each vote is very precious. മാത്രമല്ല നമ്മൾ പറഞ്ഞു എന്താ, before the election campaign is conducted, election campaigns are conducted. Then at that time each political party or each representative submitted the programs and policies in the form of a book that is known as പാർട്ടി മാനിഫെസ്റ്റോ. അതിനെയാണ് മാനിഫെസ്റ്റോ എന്ന് പറയാം അല്ലെ? ഓരോ പാർട്ടിയും ഇലക്ഷന് മുമ്പ് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ ഇലക്ഷൻ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ മാനിഫെസ്റ്റോ കാണിച്ച് ഇന്ന പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഇതൊക്കെ നമ്മൾ നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ അതിലൂടെയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോയത്. അത് കണ്ടിട്ട് നമുക്ക് തോന്നും ഇയാൾ വന്നാൽ നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വോട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ മാത്രല്ല ഓരോ വോട്ടും പ്രഷ്യസ് ആണ്. ഈച്ച് വോട്ട്സ് ആർ പ്രഷ്യസ് because we have an opportunity to select our government through the election. Alle? Yes. Next one, political parties also resort to dishonest means to make candidates switch from one party to another after the elections. It is the duty of a very successful candidate to work for the welfare of the people of the constituency from where she or he has been elected. The candidate who defects shows that he or she is not sincere and is only working for his or her own interest and not of that of the public. Defections lower the moral standard of our political life. For this reason, a law was passed by our parliament in 1985 banning defections. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ സെലക്ട് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്, നമ്മൾ ആരെയാണോ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ് നമ്മുടെ മെമ്പറായി മാറും അല്ലെ, ഗവൺമെന്റിന്റെ പാർട്ടായി മാറും. അവരെപ്പോഴും ദാറ്റ് റെപ്രസെന്റേറ്റീവ് വിൽ ബി വർക്ക് ഫോർ അവർ സെൽസ്, നമുക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കേണ്ടത് അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മെമ്പറെ ആയിരിക്കണം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു റെപ്രസെന്റേറ്റീവിനെ ആയിരിക്കണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, then these candidates are working for the society. ഇനി നമുക്കിപ്പോ 3-4 പാർട്ടിയിലുള്ള ആൾക്കാർ മത്സരിക്കുന്നു എന്ന് വിചാരിക്കാം. ശ്രീവിഷ്ണു പ്ലീസ് വെയിറ്റ്. അപ്പൊ 3-4 പാർട്ടിയിലെ ആൾക്കാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു പാർട്ടിയിലെ ഒരു മെമ്പർ മാത്രമേ ജയിക്കുള്ളൂ അല്ലെ? BJP ഉണ്ടാവാം, മാർക്സിസ്റ്റ് ഉണ്ടാവാം, CPM ഉണ്ടാവാം, ദെൻ മറ്റേ നമ്മുടെ കോൺഗ്രസ് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അതിൽ ഒരു പാർട്ടി മാത്രമേ, ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമേ ജയിക്കുള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ ആ റെപ്രസെന്റേറ്റീവ് CPM-ന്റെ മെമ്പർ ആണെങ്കിൽ അത് കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ ഇടപെടണ്ടേ? അദ്ദേഹം CPM-ന്റെ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുവെങ്കിലും
അദ്ദേഹം സൊസൈറ്റിയിലെ എല്ലാ പാർട്ടീസിനെയും എല്ലാ പാർട്ടി പീപ്പിളിന്റെയും ഒരേപോലെ കാണേണ്ട വ്യക്തിയാണ് അല്ലെ. CPM-ന്റെ മെമ്പർ ആണ് എന്ന് വെച്ചാൽ CPM-കാർക്ക് മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ട് ഉപകാരം ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യേണ്ടത് ആ ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല. He is working for the whole society. No difference between communist, Congress, Marxist, etc. Okay. Yes. Then next paragraph. Anda Sri Vishnu പറഞ്ഞവനെ. മിസ്സേ മൂക്കിന് ചോര ഞാനൊന്ന് കഴുകിട്ട്. ഓക്കേ. Then, as citizens of a democratic country, it is our duty to guard and uphold the system of representative democracy. We must ensure that our elected representatives are honest, sincere, and dedicated people who do not get influenced by narrow consideration of caste, religion, or region. We should also take keen interest in the political life in our country and educate ourselves and others about its functioning. അതാണ് നമ്മൾ പറഞ്ഞതാണ്. As a citizen of a democratic country, it is our duty to guard and uphold the system of representative democracy. നമുക്ക് എന്തുണ്ട്? നമ്മൾ പറഞ്ഞു we have some rights. നമ്മൾ പറഞ്ഞു right to vote, right to believe religion, അല്ലേ? നമുക്ക് അതുപോലെ പല അവകാശങ്ങളുണ്ട്. അവകാശങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? We have some duties also. അല്ലേ? ഇല്ലേ? എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ട്? എന്തൊക്കെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? Fundamental rights and duties. Can you see anybody? Can you say anybody? Fundamental rights and duties എന്താ? ജുവാനക്ക് അറിയോ? Yes, unmute and say ജുവാന. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മറന്നുപോയി. 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിലെ ടീച്ചറിന് കൊടുത്തിട്ട് 6ാം ക്ലാസ്സിലേക്ക് പോകും. 5ൽ പോകുന്നു. 5ൽ നിന്ന് ടീച്ചർ കൊടുത്തിട്ട് 6ൽ പോകുന്നു. ഇനി 6ൽ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ എനിക്ക് തന്നിട്ട് 7ലേക്ക് പോകണം അല്ലേ? അല്ല മിസ്സേ, അൺമ്യൂട്ട് ചെയ്തേ പ്ലീസ്. ശരിക്കും അടുത്ത ക്ലാസ്സിലേക്ക് നോക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്. ഓക്കെ ഹരിനന്ദ പറഞ്ഞ മോനെ. അൺമ്യൂട്ട് ആൻഡ് സേ. മിസ്സേ അവര് വീട്ടിൽ വന്നിട്ട് എന്തെല്ലാം ചെയ്യുന്നെല്ലാം പറയില്ലേ? അതാണ് എന്തെല്ലാം ചെയ്യുന്ന ഡ്യൂട്ടി. ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്. മാനുഷിക കർമ്മങ്ങളും അവകാശങ്ങളും. നമുക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കുറെ. അതെല്ലാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇലക്ഷൻ സമയത്ത് ആൾക്കാർ വന്ന് വീട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മോനെ വരുന്നതേ എന്തൊക്കെയാ? ഒന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ റൈറ്റിൽ കുറെ കാര്യങ്ങൾ വന്നു. റൈറ്റ് ടു വോട്ട്, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ റൈറ്റ് ടു ഫ്രീഡം, കുറെ. അതുപോലെ നമുക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആതിര പറയൂ ഇപ്പോ. യെസ് ആതിര പറഞ്ഞോ. right to equality, right to freedom, right to equality, right to work, right to punishment, right to privacy, right to okay, adakku okay. Then what are the fundamental duties? Yes, justice പറഞ്ഞോ. റൈറ്റ്സ് കേട്ടില്ല മിസ്റ്റർ. റൈറ്റ്സ് ഒരു 6 എണ്ണങ്ങളുണ്ട്. ഇനിയിപ്പോ ഡ്യൂട്ടീസ് എന്തൊക്കെയാ? പിന്നെ ഞാൻ തന്നെയാണല്ലോ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. Okay, no problem. Find the fundamental. What are the fundamental duties? You can find the fundamental duties on the next class. Okay. Then അടുത്ത ക്ലാസ്സിലേക്ക് കണ്ടുപിടിക്കാം. Any formation of the government. Next one, formation of the government. Okay, the party that wins the majority of seats in the legislative form of the government. Representative democracy means the rule of the majority.
The government should represent the largest number of people. Many times, one single party does not get a clear majority. In that case, a group of parties combine to form the government. This is known as coalition government. Alternatively, the political party with the largest number of seats can form the government if it receives the support of other parties and independent candidates. ഇതും നമ്മൾ പഠിച്ചാണ് coalition government. അല്ലേ? നമ്മൾ പറഞ്ഞു മജോറിറ്റി അതായത് കൂടുതൽ വോട്ട്. ഇപ്പം 100 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആർക്കാണോ മജോറിറ്റി വോട്ട് ഏത് പാർട്ടിക്കാണോ കിട്ടിയത് ആ പാർട്ടിയാണ് ജയിക്കുക. അല്ലേ? 100 വോട്ട് ചെയ്തു, ഹരിനന്ദ് മത്സരിച്ചിട്ടുണ്ട്, ഹരിനന്ദ് 20 കിട്ടി. ദെൻ ഹെവൻ മത്സരിച്ചിട്ടുണ്ട്, ഹെവന് 30 കിട്ടി, 40ഉം 20ഉം ഹെവന് 30 കിട്ടി, ഹരിനന്ദിന് 20 കിട്ടി, 50 ആയി അല്ലെ? ഇനി 40 വോട്ട് ജീവക്ക് കിട്ടി. ആരാ അവിടെ ജയിക്കുക? ജീവ ജയിക്കും അല്ലെ? അങ്ങനെയാണ് നമ്മൾ വോട്ടിൽ നമ്മൾ പറഞ്ഞു കോമ്പറ്റീഷനിൽ നമ്മൾ എന്താ റിസൾട്ട് വരിക. ഇനി നോക്ക്, അങ്ങനെയുള്ള മെനി ടൈംസ് വൺ സിംഗിൾ പാർട്ടി ഡസ് നോട്ട് ഗെറ്റ് എ ക്ലിയർ മജോറിറ്റി. ഒരു സിംഗിൾ പാർട്ടിക്ക് ഒരിക്കലും മജോറിറ്റി കിട്ടാറില്ല. അങ്ങനെയുള്ള സമയത്ത് ഇൻ ദാറ്റ് കേസ് എ ഗ്രൂപ്പ് ഓഫ് പാർട്ടീസ് കമ്പൈൻ ടു ഫോം എ ഗവൺമെന്റ്. അങ്ങനെ കുറെ ഗ്രൂപ്പ് ഓഫ് പാർട്ടീസ് 3-4 പാർട്ടികൾ കൂടിയിട്ട് ഒരു ഗവൺമെന്റിനെ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കൊയാലിഷൻ ഗവൺമെന്റ്. ഡീറ്റെയിൽ ആയി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച പ്രീവിയസ് ലെസണിൽ പഠിച്ചതാണ്. ഓക്കെ, യെസ്. അപ്പൊ കൊയാലിഷൻ ഗവൺമെന്റ് നോട്ടിലല്ല ടെക്സ്റ്റിലുണ്ട്. നോട്ടിൽ എഴുതിയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നോക്കാം. എടുത്ത കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്താല് ടൈം പോവും. Then opposition, the parties that are in the minority form the opposition. The minority also has an important role to play in the form of country. Both the majority and minority are meant to cooperate and work together for welfare of the people. The majority cannot ignore the opinion of the minority, and it is the duty of the minority to support measures and policies that will benefit the country. മജോറിറ്റി പാർട്ടിയാണ് ജയിക്കുക നമ്മൾ പറഞ്ഞു അല്ലെ? മജോറിറ്റി പാർട്ടി ജയിക്കും, ബാക്കിയുള്ളത് മൈനോറിറ്റി പാർട്ടി ഉണ്ടാവാം. ഇനി നമുക്കറിയാം മജോറിറ്റി പാർട്ടിയിൽ ഇപ്പൊ മജോറിറ്റി കൂടുതലുള്ള പാർട്ടിയാണ്, അല്ലെങ്കിൽ വില്ലിങ് ആയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ജയിച്ച പാർട്ടിയാണെന്ന് വിചാരിച്ച് മൈനോറിറ്റിക്കാരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അവരെ വിമർശിക്കാൻ അല്ലെങ്കിൽ തള്ളാൻ പാടില്ല. ഈ മൈനോറിറ്റിക്കും അവരുടെ ഹെൽപ്പ് നമുക്കും ആവശ്യമാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? മജോറിറ്റിയും മൈനോറിറ്റി പാർട്ടിയും മൈനോറിറ്റി പാർട്ടിയും എന്ത് ചെയ്യും? ഒരുമിച്ച് ഒന്ന് വർക്ക് ചെയ്യാം. Majority party and minority party will work together for the welfare of the people. അല്ലെ? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഈ മജോറിറ്റിയും മൈനോറിറ്റിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാം. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചത്, ഇത് എടുക്കേണ്ട കാര്യേ ഇല്ല. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി. ആ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി നോക്കിയേ, is important. Features of democracy. There are certain conditions essential for the successful working of a democratic country. അതായത് കുറെ essential conditions for the successful working of a democratic government. Democratic government നന്നായി പോകണമെങ്കിൽ കുറെ ഫീച്ചേഴ്സ് ആവശ്യമാണ്. അതിൽ ഒന്നാമത്തെ awareness among citizens. In a democratic, the people must be aware of the right as well as their duties. They should also keep themselves informed about the functioning of the government. Political awareness is an important condition of a democracy. അതാണ് പറഞ്ഞത് awareness among the people. ജനങ്ങളിൽ എന്തുണ്ടാവണം? ജനങ്ങൾക്കിടയിൽ awareness ഉണ്ടാവണം. First important feature of democracy is awareness among the people. In a democracy, people must be aware of the rights and duties. നമുക്ക് എന്തുണ്ടാവണം? ഓരോ വ്യക്തിക്കും നമ്മുടെ റൈറ്റ്സിന്, നമുക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് നേടാനുള്ള അവകാശങ്ങളെ കുറിച്ചും വ്യക്തമായ അവയർനെസ് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? നമ്മൾ എന്തറിഞ്ഞിരിക്കണം? We will be aware about our rights and duties. നമ്മൾ ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ചും നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടിനെ കുറിച്ചും നമുക്കുള്ള അവകാശങ്ങളെ കുറിച്ചും വ്യക്തമായ നോളജ്, വ്യക്തമായ അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. 2, second one, enlightened and wise leadership. It is assumed that enlightened voters are led by wise and enlightened leadership. The enlightened and wise leadership, ഒരു ലീഡർഷിപ്പ് ഉണ്ടാവണം അല്ലെ?
അതിനല്ലേ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലീഡർഷിപ്പ് ആണ് ആര്? പിണറായി വിജയൻ. ദെൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ലീഡർഷിപ്പ് ആർക്കാണ്? നമ്മുടെ നരേന്ദ്രമോദി അല്ലെ? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണ്. അപ്പൊ നമുക്ക് ഒരു ലീഡർഷിപ്പ് എപ്പോഴും ഉണ്ടാവണം. അതായത് പാർട്ടിയിലായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോ ഏരിയാസിലെ പാർട്ടിക്ക് അവരൊരു ലീഡർഷിപ്പ് ഉണ്ടാവും ഇല്ലേ? പഞ്ചായത്ത് ഇലക്ഷൻ ഈസ് ഓൾമോസ്റ്റ് ഓവർ. പഞ്ചായത്ത് മെമ്പേഴ്സ് ആർ സെലക്ടഡ് അല്ലെ? അപ്പൊ നമ്മളെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ലീഡർഷിപ്പ് ആയിട്ടാണ് നമ്മൾ ആരെ സെലക്ട് ചെയ്യുന്നത്? പഞ്ചായത്ത് മെമ്പറിനെ സെലക്ട് ചെയ്യുക. ഈ പഞ്ചായത്ത് മെമ്പർക്കൊക്കെ വേണ്ടി ഒരു ലീഡർഷിപ്പ് ആണ് ആര്? പഞ്ചായത്ത് പ്രസിഡന്റ്. മനസ്സിലായോ? അപ്പൊ ലീഡർഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ തേർഡ് വൺ, സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനങ്ങളുടെ അഭിപ്രായം. പൊതുജനങ്ങളുടെ അഭിപ്രായം. എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഈസ് ബേസ്ഡ് ഓൺ പബ്ലിക് ഒപ്പീനിയൻ. If sound public opinion is formulated and properly expressed, the government cannot ignore or harm the rights of the people. What is public opinion? The opinion is of the public on issues and matters of public concern and welfare is called public opinion. അതായത് പൊതുജനാഭിപ്രായം. നമുക്ക് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ള അഭിപ്രായം, സൊസൈറ്റിയിൽ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇല്ലേ? ഹെവൻ, അർജുൻ, ജസ്റ്റസ്, ജോയൽ, നിജാദ്, ശ്രീവിഷ്ണു. സ്വിച്ച് ഓൺ യുവർ ക്യാമറ. ഓക്കെ. അപ്പൊ പൊതുജന എന്താ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാല്? ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ ഓൺ ഇഷ്യൂസ് ആൻഡ് മാറ്റേഴ്സ് ഓഫ് പബ്ലിക് കൺസേൺ ആൻഡ് വെൽഫെയർ. അതായത് വെൽഫെയറിന് വേണ്ടി ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയാം. മനസ്സിലായോ? പബ്ലിക് ഒപ്പീനിയനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ലീഡർഷിപ്പ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആ ലീഡറിന് തോന്നുന്ന പോലെ പ്രവർത്തിക്കാൻ കഴിയോ? പറ്റുമോ? ഇപ്പൊ പഞ്ചായത്ത് മെമ്പറിനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററിനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിനെ സെലക്ട് ചെയ്തു. അദ്ദേഹത്തിന് തോന്നിയ പോലെ ഭരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ എന്തുണ്ട്? കുറെ നിയമങ്ങളും ലോസ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് തോന്നുന്ന പോലെ ഭരിക്കാൻ പറ്റില്ല. ജനങ്ങളെ ഭരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ജനാധിപത്യം എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് വൺ, ടോളറൻസ്. എന്താ ടോളറൻസ് എന്ന് പറഞ്ഞാല്? A democratic government is carried on by the majority, but the minority must be allowed to have its say. എന്താ പറഞ്ഞ? ടോളറൻസ് എന്ന് പറഞ്ഞാല് മൈനോറിറ്റി പീപ്പിളിനും, മജോറിറ്റി അല്ലാതെ മൈനോറിറ്റി പീപ്പിളിനും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും അവർക്കും എന്തുണ്ട്? എല്ലാവിധ സ്വാതന്ത്ര്യവും നമ്മുടെ കൺട്രിയിൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയും. ഓൾ പീപ്പിൾ ആർ ഈക്വൽ അല്ലെ? യെസ്. Then and tolerant majority can destroy the democratic structure based on liberty and equality. It is essential that majority has the freedom to rule and minority has the freedom to express the opinion. എന്താ പറഞ്ഞത്? മെജോറിറ്റിക്ക് എന്തുണ്ട്? മജോറിറ്റിക്ക് നമ്മളെ റൂൾ ചെയ്യാനുള്ള അവകാശവും മൈനോറിറ്റിക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ എന്താ പറയാ ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശവും ഉണ്ട്. മജോറിറ്റിയാണ് നമ്മളെ ഭരിക്കുക അല്ലെ? മജോറിറ്റി പാർട്ടി വിൽ ബി റൂൾഡ് അല്ലെ? വിൽ ബി റൂൾഡ്. അറ്റ് ദ സെയിം ടൈം minority have an opportunity to express our ideas. മജോറിറ്റി നമ്മളെ ഭരിക്കുമ്പോൾ മൈനോറിറ്റി ആൾക്കാർക്ക് എന്തുണ്ട്? അതിന്റെ മൈനസ് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പറയാനുള്ള ഒരു അവകാശമുണ്ട്. നെക്സ്റ്റ് വൺ, ഡിസിപ്ലിൻഡ് സിറ്റിസൺസ്. ഡിസിപ്ലിൻഡ് സിറ്റിസൺസ് എന്താ പറഞ്ഞാൽ? നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സെൽഫ് കൺട്രോളിങ് ആയിരിക്കണം. മോനെ ജോയലെ, സെൽഫ് കൺട്രോളിങ്. അതായത് നമ്മളെ ലീഡർ വന്ന് നേരെയാക്കാനോ കൺട്രോൾ ചെയ്യാനോ നിൽക്കണ്ട. നമുക്ക് സ്വയം എന്തുണ്ടാവണം? ഒരു കൺട്രോൾ ഉണ്ടാവണം. അതിനാണ് ഡിസിപ്ലിൻഡ് സിറ്റിസൺസ് എന്ന് പറയാം. നമ്മൾ എപ്പോഴും ആരും നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും എന്താ? ഡിസിപ്ലിൻഡ് ആയിരിക്കാം. മനസ്സിലായോ? നമ്മൾ അച്ചടക്കം പാലിച്ചിരിക്കുക. ദാറ്റ് ഈസ് ദ അനദർ ഇമ്പോർട്ടന്റ് ഫീച്ചർ. നെക്സ്റ്റ് വൺ, ഡിസിപ്ലിൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. എന്താ? പൊളിറ്റിക്കൽ പാർട്ടീസ് രാഷ്ട്രീയ കാര്യങ്ങളിൽ എപ്പോഴും അച്ചടക്കം ഉണ്ടാവുക അല്ലെ? അല്ലെ? രാഷ്ട്രീയ നമുക്കറിയാം, പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്തായാലും അല്ലെ ഇലക്ഷന്റെ ടൈമിലായാലും എപ്പോഴും എന്തുണ്ടാവണം? അവരിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. നമ്മൾ സ്വയം ആദ്യം സെൽഫ് കൺട്രോളിങ്, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതോടൊപ്പം നമ്മുടെ പാർട്ടീസ് അല്ലെങ്കിൽ സൊസൈറ്റി, നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പും ഡിസിപ്ലിൻഡ് ആയിരിക്കുക. ലാസ്റ്റ് വൺ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇക്വാലിറ്റി. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇക്വാലിറ്റി അതിലെന്താ പറയുന്നത്? എല്ലാവരും then നോക്ക്, society should be free from narrow consideration of caste, subcaste, regions, languages, etc. All sections of society should be equal partners
in the development of the community. None should be denied the basic necessities of life. There should be equal economic opportunity. എന്താ പറഞ്ഞേ? സോഷ്യൽ ഡിഫറൻസ് പാടില്ല, സോഷ്യൽ ഇക്വാലിറ്റി ഉണ്ടാവണം അല്ലേ? സോഷ്യൽ ഇക്വാലിറ്റി ഉണ്ടാവണം മീൻസ് എന്തുണ്ടാവാൻ പാടില്ല? there is no difference between caste, subcaste, regions, religions, languages, etc. ഇങ്ങനെയുള്ള ഡിഫറൻസ് ഒന്നും പാടില്ല. മനസ്സിലായോ? There is no difference between subcaste, caste, regions, religions, languages, etc. Then economic equality എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും സാമ്പത്തികമായി തുല്യന്മാരായിരിക്കണം, അതായത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക. എന്താ ഹരിനന്ദേ? അവിടെ ആരോടോ സംസാരിക്കണം ഹരിനന്ദ. ഹരിനന്ദേ ആരാടാ? ആരോട് വർത്താനം പറഞ്ഞ ഞാൻ കണ്ടു. ആരാടാ? ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടെ നോക്കിയാണ് പുറത്തേക്ക്. ആര്? ജനലിലെ കൂടെ? ജനലിലെ കൂടെ. ആരാ ഉള്ളത് ജനലിന്റെ പുറത്ത്? ഇത് രണ്ടാം നില മിസ്സേ, അതുകൊണ്ട് ആരും ഇല്ല. ഞാൻ വീട് നോക്കിയത്. ആഹാ, വീടാരം കൊണ്ടുപോകുന്നുണ്ടോന്നാ? എടാ വീടാരം കൊണ്ടുപോകുന്നുണ്ടോന്നാ? എന്റെ വീടല്ല, വേറെ. ആഹാ, വീട് കൊറേ. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി. നോക്കുക, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസിയില് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും ഫീച്ചർ എഴുതുക. ഓരോ ഫീച്ചറിനെ കുറിച്ചും ഒന്നോ രണ്ടോ സെന്റൻസും എഴുതണം. മനസ്സിലായോ? മനസ്സിലായോ? മുഴുവനായി അങ്ങനെ പഠിക്കണം എന്നല്ല, ഒന്നോ രണ്ടോ സെന്റൻസ് ഓരോ ഫീച്ചർ എഴുതുക, അതിനെക്കുറിച്ച് ഒരു സെന്റൻസ്, രണ്ട് സെന്റൻസ് എഴുതുക. രണ്ടാമത്തെ ഫീച്ചർ എഴുതുക, അതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ സെന്റൻസ് എഴുതുക. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി ഒന്ന്, അവയർനെസ് എമംഗ് സിറ്റിസൺസ്. അവയർനെസ് എമംഗ് സിറ്റിസൺസ്, enlightened and wise leadership. Leadership is the second feature of democracy. Third one, sound public opinion. People have the right to express our idea. നമ്മുടെ ആശയങ്ങൾ പറയാൻ നമുക്ക് അവകാശമുണ്ട്. Third one. Then fourth one, tolerance. Tolerant majority can be destroy the democratic structure based on liberty and equality. It is essential that majority has the freedom to rule and minority has the freedom to express our opinion. മജോറിറ്റിക്ക് റൂൾ ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ മൈനോറിറ്റിക്ക് എന്തുണ്ട്? നമ്മുടെ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഫിഫ്ത് വൺ, ഡിസിപ്ലിൻഡ് സിറ്റിസൺസ്. നമ്മൾ ഓരോരുത്തരും എന്തായിരിക്കണം? ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അച്ചടക്കം ഉള്ളവരായിരിക്കണം. Then ആറാമത്തത്, ഡിസിപ്ലിൻ ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഏഴാമത്തത്, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇക്വാലിറ്റി. സോഷ്യൽ ഇക്വാലിറ്റി മീൻസ് there is no difference between social differences such as caste, religion, language, etc. Then economic equality means എന്ത് ചെയ്യണം? എല്ലാവരും സാമ്പത്തികമായി എല്ലാവരും തുല്യന്മാരാണ്. എല്ലാവരും പണക്കാരായിരിക്കണം എന്നാണോ? അല്ല, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, പിന്നെ എന്താ എന്തെങ്കിലും സഹായം വരുമ്പോൾ ചെയ്തു കൊടുക്കാം. These are the features of democracy. ഒന്ന് പറഞ്ഞേ, features of democracy. ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി പറഞ്ഞേ മക്കളെ. പഠിക്കണേ, ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി പഠിക്കണം. പറഞ്ഞ മോനെ. ഫീച്ചേഴ്സ് ഡെമോക്രസിയിൽ ഒന്നാമത്തെ മൂന്നാമത്തെ പറഞ്ഞുതരുമോ? ഒന്നാമത്തെ മൂന്നാമത്തെ, അവയർനെസ് എമംഗ് സിറ്റിസൺസ്, അതായത് ബോധവാന്മാരായിരിക്കണം, അവയർനെസ് ഉണ്ടാവണം. എന്ത്? ഇൻ എ ഡെമോക്രസി പീപ്പിൾ മസ്റ്റ് ബി അവെയർ ഓഫ് ദർ റൈറ്റ്സ് ആസ് വെൽ ആസ് ദർ ഡ്യൂട്ടീസ്. ഓരോ വ്യക്തിക്കും നമ്മൾ ചെയ്യേണ്ട കടമകൾ അല്ലെ, നമ്മൾ ചെയ്യേണ്ട കടമകളെ കുറിച്ചും നമുക്കുള്ള അവകാശങ്ങളെ കുറിച്ചും ബോധവാന്മാരായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും. നമുക്ക് വേണ്ട റൈറ്റ്സിനെ കുറിച്ചും നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ കുറിച്ചും നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കുക. എപ്പോഴും അവയർനെസ് ഉണ്ടാവണം. ഓക്കെ. പിന്നെ മൂന്നാമത്തത്, സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ. അതായത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാല് പൊതുജനങ്ങളുടെ അഭിപ്രായം. അതായത്
Justice is calling. Justice, who is calling me? എന്താടാ? അമ്മേന്റെ വീട്ടിൽ പോയേക്കാം, അമ്മയായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞ ഇത്രയും കാര്യമാണ്. മൂന്നാമത്തെ സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ. അതായത് ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ എപ്പോഴും പബ്ലിക് ഒപ്പീനിയന് പ്രാധാന്യമുണ്ട്. അതായത് എന്താ പറഞ്ഞത്, നമ്മളെ മെജോറിറ്റി പാർട്ടി നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിലും മൈനോറിറ്റി പാർട്ടിക്ക് നമ്മുടെ ആശയങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അതായത് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനങ്ങളെ എപ്പോഴും മാനിക്കുക. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യണം? ഗവൺമെന്റ് കൈക്കൊള്ളണം. അതും കൂടെ മാനിക്കേണ്ടതാണ്. ഓക്കെ, ആരോമലേ, ആരോമൽ, ആരോമലോടെ തുറന്നു വെച്ചിട്ട് പോയേക്കോടിയോ? അത് അത്രയും ഒന്ന് പോയിന്റ് വായിച്ചു നോക്കിയ പെട്ടെന്ന്. കാണാതെ പഠിക്കേണ്ടതാണേ. ജുവാന, ജുവാനക്ക് ഇപ്പൊ പഠിക്കാൻ വെറും മടിയാ, പണ്ടത്തെ ജുവാനയൊന്നും അല്ല. അല്ല ജുവാന? ജുവാനയുടെ ഫാദറിനെ കണ്ടിരുന്നു ഞാൻ. പറഞ്ഞോ? അച്ഛനെ കണ്ടത് പറഞ്ഞായിരുന്നോ? Okay, മക്കളെ, next one, features of democracy. I will repeat once more. Awareness among citizens, enlightened and wise leadership, sound public opinion, tolerance, then disciplined citizens, discipline in political parties, social and economic equality. These are the features of democracy. Next one, formulation of public opinion. There are many agencies that people informing their opinion on any issue or problem. നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, അല്ലെ, ഒരു ഇത് എന്താ പറയാ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ there are many agencies that help people. ആ പ്രശ്നങ്ങളെ നമ്മളെ ഇൻഫോം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, there are many agencies that help people informing their opinion. നമ്മുടെ ഒപ്പീനിയൻ പറയാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഏജൻസീസ് ഉണ്ടാവാം. അത് നോക്കാം. ഒന്നാമത്തത് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്. ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, റേഡിയോ, ടെലിവിഷൻ ആൻഡ് സിനിമ, പിന്നെ റിലീജിയൻ, schools and colleges, political parties, voluntary associations. These are the agencies that help people informing their opinion on any issue or problem. Then first one, newspaper and periodicals. Newspapers educate the people and spread political awareness among them. They are the most effective means of public opinion. Also, the opinions expressed by various individuals and organizations are published in newspapers and make the government aware of them. അതായത് ന്യൂസ് പേപ്പർ എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. നമുക്ക് നമ്മളെ ന്യൂസ് പേപ്പർ എന്താക്കുന്നു? നമുക്ക് എഡ്യൂക്കേഷൻ തരുന്നു. മാത്രമല്ല സ്പ്രെഡ് പൊളിറ്റിക്കൽ അവയർനെസ് എമംഗ് ദം. ജനങ്ങളിൽ എന്തുണ്ടാക്കുന്നു? പൊളിറ്റിക്കൽ അവയർനെസ്, രാഷ്ട്രീയമായ അറിവ്, ബോധം നമുക്ക് തരുന്നത് ന്യൂസ് പേപ്പറിലൂടെയാണ്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാല്, അല്ലെ, അതിൽ ഓരോ ആൾക്കാരുടെ ഒപ്പീനിയൻസ് പറയാനുള്ള, അല്ലെ, നമ്മുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കുണ്ട്. സെക്കൻഡ് വൺ, റേഡിയോ, ടെലിവിഷൻ ആൻഡ് സിനിമ. Newspapers influence the opinion of only the literate public. ടൈം കഴിയാനായല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഫോർമുലേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കട്ടായി പോകും ക്ലാസ്, രാവിലെ കട്ടായി പോവല്ലേ ചെയ്തത്? ഇപ്രാവശ്യം കട്ടാകാൻ നിൽക്കണ്ട. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഈ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ എഴുതിപ്പിക്കും. ഓക്കെ.
ശ്രീവിഷ്ണു എന്ത് പറ്റിയതായിരുന്നു? ആ കാലാവസ്ഥ മാറിയപ്പോഴാ? അതറിയില്ല പക്ഷേ. കാലാവസ്ഥയുടെയാണ്. ജലദോഷമൊന്നുമില്ലല്ലോ? ഇല്ല. ആരാ വീട്ടിലുള്ള അമ്മമ്മയുണ്ടോ? ആ. ഓക്കെ. അപ്പൊ ബൈ ബൈ, സി യു.